ഹലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലോട്ട് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് കുഴച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാലിൽ തന്നെ വേണമെന്നില്ല. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ പാലുണ്ടെങ്കിൽ അത് മതി. ഇനിയിപ്പോൾ സാധാ വെള്ളമാണെങ്കിലും മതി. പക്ഷേ തേങ്ങാപ്പാൽ കുഴച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇഡ്ഡലി മാവും ദോശമാവൊക്കെ എടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ എടുത്തിരുന്നാൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി വരണം നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം. അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസിലായാലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതെനിക്ക് കറക്റ്റ് മധുരമായിരുന്നു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഏലക്കയാണ്. ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യൊന്ന് തടവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ഇരിക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കേക്ക് ടിൻ എടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് നെയ്യ് നമുക്ക് നന്നായിട്ട് സൈഡിലൊക്കെ തടവി നന്നായിട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നെയ്യുടെ ഫ്ലേവർ കൂടി നമ്മുടെ അപ്പത്തിന് കിട്ടുമല്ലോ. അപ്പം അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മാവങ്ങ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ കേക്ക് ടിൻ ആയതുകൊണ്ട് ഞാൻ ഫുള്ള് മാവ് അതിലേക്ക് ഒഴിച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ കനം കുറച്ചിട്ട് നന്നായിട്ട് കുറച്ച് മാവ് ഒരു തവി, വലിയ തവിയാണെന്നുണ്ടെങ്കിൽ ഒരു തവി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് നമുക്കിതൊരു അപ്പച്ചെമ്പിലങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്നില്ല. ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചിട്ട് ഞാനൊരു 20-25 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് എനിക്കത് വെന്ത് കിട്ടിയത്. നമുക്കിത് വെന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയിട്ടെന്നുണ്ടെങ്കിൽ ക്ലീനായിട്ട് വരും. അപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്ത് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടുണ്ട്. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ ചൂടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നിട്ട് വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് പൊക്കി അങ്ങ് എടുക്കാം. അതിൽ നിന്ന് അങ്ങ് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് പോരും. നമ്മൾ നെയ്യും കൂടി തടവിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു വട്ടയപ്പത്തിൻ്റെ ആ ഒരു അത്രയും കനമുണ്ട്. പക്ഷേ നമുക്ക് കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ അത്രയും കനത്തിൽ നമ്മൾ എടുക്കണ്ട. നമുക്ക് കുറച്ചുകൂടി കനം കുറച്ചിട്ട് എടുത്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നന്നായിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അതിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. നമുക്ക് അരിയൊക്കെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിലൊന്നും ഇടണ്ട, കുതിർത്ത് അരച്ചെടുക്കാനൊന്നും വേണ്ട. അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.